അപ്പൊ നമ്മുടെ തേജൂരിന്ന് സ്കൂളിലുണ്ടല്ലോ സ്പോർട്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്ന് പോവാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ആളെ ഓട്ടത്തിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിനാണ് ഈ ഓടിയോണ്ട് തന്നെ പോണത്. അങ്ങനെ അവന്റെ വണ്ടി വന്നു, അവനത് കയറ്റി വിട്ടു കേട്ടോ. ഇന്ന് രാവിലത്തെ ചായക്ക് ഇതേ ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, മടിയായ കാരണം കേട്ടോ രാവിലത്തെ ഒന്നും എടുക്കാഞ്ഞത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി അടുക്കളയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാണ്ട്. സാമ്പാറിലെ പരിപ്പ് തിളച്ചു പോയതാട്ടി ഈ കാണണത്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണ്ടേ. അപ്പൊ ആദ്യം തന്നെ ഞാൻ കൊട്ടത്താഴത്തിലുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഇതേ വേഗം കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊട്ടത്താഴത്തിലെ പാത്രങ്ങൾ കഴുകി ഒതുക്കിയതിന് ശേഷം അവിടെ മൊത്തം ഒന്ന് സോപ്പിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ അടുക്കളയിലെ ശരിക്കും പണി ഒതുക്കിയ പോലെ ആട്ടാ. പിന്നെ നേരെ നമ്മുടെ സ്റ്റവ് ക്ലീൻ ആക്കാനാണ് കേട്ടാ പോയേക്കണത്. നന്നായി ഒരു ഡിറ്റർജന്റ് ഇട്ടിട്ടാണ് ഞാൻ കഴുകണത്. എന്നിട്ട് അത് നന്നായി ഉരച്ച് വൃത്തിയാക്കി തുടച്ച് ക്ലീൻ ആക്കിയിട്ട് സ്റ്റവിന്റെ ഭാഗം പിന്നെ അങ്ങോട്ടൊക്കെ കുറച്ച് എന്തൊക്കെയോ ഈ പരിപ്പ് ഇങ്ങനെ ചീറ്റിയിട്ടേ അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ വേഗം തന്നെ അടിച്ചോരി തുടച്ചില്ല കേട്ടോ. ഒന്നല്ലേ വൈകിട്ട് ഞാൻ തുടച്ചിട്ടുണ്ട്. രാവിലെ തുടച്ചില്ല, അടിച്ചോരി മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഞാൻ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുതിയ വീടൊക്കെ വെക്കുന്നവരുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ കട്ടിൽ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിയിൽ വെലുപ്പ് വെക്കേണ്ടത് നല്ലതാട്ടോ. ഞാനാണെങ്കിൽ നടുക്കഷ്ണത്ത് മാത്രമേ വെലുപ്പ് വെച്ചിട്ടുള്ളൂ. ഇനി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫുൾ ആ ലെങ്ത്തിൽ അങ്ങനെ ഒരു വെലുപ്പ് വെക്കാച്ചാൽ നമുക്ക് ഒരുവിധം ബെഡ്ഷീറ്റൊക്കെ കൂടെ ഒതുക്കി വെക്കാൻ പറ്റും. പിന്നെ കുറച്ച് പേര് ചോദിക്കാറുണ്ട് ഈ കട്ടിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണോ എന്ന്. അപ്പൊ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ല, ഇന്റീരിയർ ചെയ്യണതിന്റെ കൂട്ടത്തിൽ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ വേഗം കുളിച്ചിട്ട് ഞാനിതേ ചായ കുടിക്കാൻ നോക്കി. ഇഡ്ഡലി സാമ്പാറൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. പിന്നെ എന്റെ പനി കുറവുണ്ടോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ചോദിച്ച് കാണുമ്പോൾ. അപ്പൊ പനി കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്റെ ശബ്ദം എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളത് ഈ വീക്കിൽ കമന്റ് ടോപ്പറുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗിഫ്റ്റ് ഞാൻ കാണിക്കാട്ടോ. 2 ടൈപ്പ് ബെഡ്ഷീറ്റ് തരുന്നുണ്ട്, ഒരു ചില്ലിന്റെ ഒരു ജഗ് തരുന്നുണ്ട്, പിന്നെ ഫ്രിഡ്ജിലേക്ക് ഉള്ള ഒരു വെജിറ്റബിൾ ബോക്സും, പിന്നെ ഗ്രോസറി കണ്ടെയ്നർ സെറ്റ് ആയിട്ട് തരുന്നത്. അപ്പൊ എല്ലാവരും 4-5 വീഡിയോ മുന്നത്തൊട്ടുള്ള വീഡിയോസിന് തന്നെ കമന്റ് ഇട്ടോളാട്ടോ, എന്നാലാണ് കമന്റ് ടോപ്പർ ആവാൻ പറ്റും. ഇനി നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലാട്ടോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. അതിലെ വീഡിയോസിനാണ് ഞാൻ കമന്റ് ടോപ്പർ എടുക്കാട്ടോ. അങ്ങനെ ഞങ്ങൾ പോയേക്കുന്നത് ചാത്തനൂർ സ്കൂളിലേക്കാണ് കേട്ടോ. അപ്പൊ വിൻഷേട്ടനും എന്റെ അമ്മയൊക്കെ പഠിച്ച സ്കൂളാണ് ഇത്. അതായത് സ്കൂളിന് അത്രയും പഴക്കുണ്ട് എന്നർത്ഥം. അല്ലാതെ വിൻഷേട്ടനും എന്റെ അമ്മയും ഒന്നിച്ച് പഠിച്ചവരാന്നൊന്നും അല്ലാട്ടോ. ഇവിടെ ഉണ്ടല്ലോ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടി വന്നേക്കണതാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ ലിങ്ക് ഇപ്പോഴും കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ റൈറ്റ് സൈഡിൽ കൊടുക്കാട്ടോ. അപ്പൊ ബൈ.